നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിലെ സുരക്ഷാ വീഴ്ചയാണ് ഉമാ തോമസ് MLAക്ക് സംഭവിച്ച അപകടത്തിന് കാരണമെന്ന പ്രാഥമിക പരിശോധനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നൃത്തപരിപാടി തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞാണ് MLA ഗാലറിയിലെത്തിയത്. കോണിപ്പടി കയറിയാണ് 1-ാം നിലയിലെത്തിയത്. ഗാലറിയുടെ അപ്പുറത്തെ വശത്തിരിക്കുന്ന മന്ത്രി സജി ചെറിയാനോടടക്കം സംസാരിച്ച ശേഷമാണ് MLA ഗാലറിയുടെ ഇപ്പുറത്തെ വശത്തേക്ക് എത്തിയത്. കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീഴാൻ പോയപ്പോൾ റിബണിൽ പിടിക്കുകയും പിന്നാലെ താഴേക്ക് വീഴുകയുമായിരുന്നു. അന്താരാഷ്ട്ര പദവിയുള്ള സ്റ്റേഡിയമായിട്ടും സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും ജാഗ്രതയില്ലായിരുന്നുവെന്ന് ഈ അപകടത്തിൽ നിന്നും വ്യക്തമാണ്. മുകളിലത്തെ നിലയിൽ ബാരിക്കേഡിനു പകരം റിബൺ വലിച്ചു കെട്ടിയ സുരക്ഷയാണ് അധികൃതർ ഒരുക്കിയത്. മന്ത്രിയും MLAയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു ഇന്നലെ കലൂരിൽ നടന്നത്. സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. 18 അടി മുകളിൽ നിന്നായിരുന്നു വീഴ്ച. അതേസമയം തലച്ചോറിലും നടുവിനും ചതവുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. ശ്വാസകോശത്തിനും പരുക്കുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല. തുടർ ചികിത്സയിൽ തീരുമാനം 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷമെന്നും ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. MLAയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൊച്ചി DCP KS സുദർശൻ അറിയിച്ചിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിന് കാരണവും അനാസ്ഥ തന്നെയാണ്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഇരിക്കെയാണ് അപകടം നടന്നത്. ഉടൻ അവിടെ ഉണ്ടായിരുന്നവർ നടത്തിയ ഇടപെടലാണ് ഉമാ തോമസിന്റെ ആരോഗ്യനില അതിസങ്കീർണമാകാതിരിക്കാൻ കാരണം. ആശുപത്രിയിലും അതിവേഗ ചികിത്സ നൽകി. ഇതും രക്തസ്രാവം അടക്കം നിയന്ത്രിക്കുന്നതിൽ നിർണായകമായിരുന്നു. മന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് MLAയുടെ വീഴ്ചയ്ക്ക് കാരണമായത്. 12,000 പേരുടെ പരിപാടിക്ക് 10,000 കാണികളായി എത്തുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായി മാറിയതെന്നാണ് വസ്തുത. VIP ഗാലറിയിലെ 13 വരി കസേരകൾക്ക് മുകളിൽ 2 തട്ടുകളിലായി കെട്ടിയുയർത്തിയ താൽക്കാലിക വേദിയിലാണ് പരിപാടി നടന്നത്. ഗാലറിയുടെ ഇരുമ്പ് കൈവരിക്ക് മുകളിലായാണ് വേദി നിർമ്മിച്ചത്. വേദിയുടെ മുന്നിൽ കൈവരിക്ക് പകരം ക്യൂ മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എയർപോർട്ടുകളിലും മറ്റും തിരക്ക് നിയന്ത്രിക്കാൻ കുറ്റികളിൽ നാട വലിച്ചു കെട്ടുന്ന സംവിധാനത്തിലൂടെ ഈ ഭാഗത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ചതാണ് അപകടമുണ്ടാക്കിയത്. മന്ത്രി അടക്കമുള്ള വിശിഷ്ടാതിഥികളെ അഭിവാദ്യം ചെയ്ത ശേഷം ഉമാ തോമസ് മുന്നോട്ട് നടക്കുന്നതിനിടെ ക്യൂ മാനേജറിന്റെ കുറ്റിയിൽ പിടിച്ചു. തീരെ ബലമില്ലാത്തത് മറിഞ്ഞു. ഉമാ തോമസ് ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചതെന്നും പറയുന്നുണ്ട്. ഏതായാലും ക്യൂ മാനേജറാണ് അപകടം ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാണ്. വേദിയിലെത്തി ഒരു കസേരയിൽ ഇരുന്ന ശേഷം പരിചയമുള്ള ഒരാളെ കണ്ട് എഴുന്നേറ്റ് കൈകാട്ടി മുന്നോട്ട് നടക്കുകയായിരുന്നു ഉമാ തോമസ് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെയാണ് വേദിയുടെ അരികിലെ താൽക്കാലിക റെയിലിലെ റിബണിൽ പിടിച്ചപ്പോൾ നിലത്തെറ്റി വീണത്. വേദിയുടെ താഴെ നിന്നവരാണ് നിലവിളി കേട്ട് ഓടിയെത്തി MLAയെ ആംബുലൻസിലെത്തിച്ചത്. MLA പിടിച്ചതോടെ ക്യൂ മാനേജർ നിലതെറ്റി 3 കുറ്റികളും നാടയും ഉൾപ്പെടെ താഴേക്ക് വീഴുകയായിരുന്നു. താഴെ ഗ്രൗണ്ടിലേക്ക് കടക്കാനുള്ള പ്രവേശന ദ്വാരത്തിൽ പാകിയിരുന്ന കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ചാണ് വീണത്. അപ്പോൾ തന്നെ ബോധം മറഞ്ഞു. പിന്നീട് MLAയെ ഉടൻ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് ചികിത്സയിലും നിർണായകമായത്.